ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം. പരമാത്മാവിൻ തിരുനാമം. ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം. പരമാത്മാവിൻ തിരുനാമം. അനുഭവമില്ലാത്ത മനുഷ്യർക്കൊന്നും അറിയിലവന്റെ തൂമഹിമ. അനുഭവമില്ലാത്ത മനുഷ്യർക്കൊന്നും അറിയിലവന്റെ തൂമഹിമ. തിരുനാമ കീർത്തനമൂരുവിടുവോർക്കെല്ലാം അരുകിലവൻ വന്നിരുന്നീടും. പരമാനന്ദം തന്നീടും. അനുഭവ സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ കഴിവില്ലല്ലോ. അനുഭവ സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ കഴിവില്ലല്ലോ. അനുഭവ സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ കഴിവില്ലല്ലോ. മഹത്വമേറുന്ന തത്വം മനനാരിങ്കൽ ഉദിപ്പിച്ചൊരിക്കലും മറക്കയില്ല. 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 മനസ്സിന്റെ അതിസുഖം അനുഭവിപ്പാൻ അവസരം തന്നവനെ 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 മറക്കയില്ല. മറക്കയില്ല, ഒരിക്കലും മറക്കയില്ല. മരിക്കുന്ന നാൾ വരെയും മറക്കയില്ല. മറക്കയില്ല.
മറക്കയില്ല. അവർണ്ണനീയമായ അനുഭവ സുഖത്തിൽ വളർത്തുന്ന കരുണാനിധിയുടെ മഹാകാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ആരാധന ആരംഭിക്കും. സർവശക്തി എത്ര കാരുണ്യത്തോടു കൂടിയാണ് നമുക്ക് താരാസ്തുതി മഹായജ്ഞം നടത്തി തന്നത്. ആ താരാസ്തുതിയുടെ വീഡിയോ, അതിൻ്റെ സമാപനത്തിൻ്റെ വീഡിയോ ലോകമെമ്പാടുമുള്ള നമ്മുടെ ഭക്തസന്താനങ്ങൾ കണ്ടിട്ട് അനേകം ആളുകൾ വിളിച്ചു. എല്ലാവരെയും ആശ്രമത്തിൽ കയറ്റിയോ എന്നാണ് എല്ലാവരുടെയും സംശയം. ആളുകളെയെല്ലാം വീണ്ടും ആശ്രമത്തിൽ പ്രവേശിപ്പിച്ചോ? കാരണം അനേക ആയിരങ്ങൾ ഒത്തുനിന്ന് എപ്രകാരമാണോ സ്തുതി നടത്തുന്നത് അതേ അനുഭവമാണ് ആ പരിപാടിയെക്കുറിച്ച് കണ്ടപ്പോൾ, കിലോമീറ്ററുകൾക്കപ്പുറത്ത്, രാജ്യങ്ങൾക്കപ്പുറത്തൊക്കെ ഇരുന്ന ആളുകൾ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവമാണ്. അപ്പോൾ അവർ പറയുന്നത്, അപ്പോൾ ഇവിടെ ഇരുന്നവർ എന്തായിരിക്കും അനുഭവിച്ചത് എന്ന് ഓർത്ത് ഞങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നു. ഇതെല്ലാം ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കണ്ണുനീരോടുകൂടി അവർ ഓരോരുത്തരും അറിയിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇവിടെ നിന്ന് കൂടെ നിന്ന് അനുഭവിക്കാൻ അവസരമുണ്ടായവർ മറന്നു പോകരുത്. മരിക്കുന്ന നാൾ വരെയും മറക്കയില്ല എന്ന് പറഞ്ഞാൽ അത് തീരുമാനമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. മറക്കാൻ പാടില്ല ഒരിക്കലും. കാരണം ഒരാത്മാവ് ലോകത്തിൽ ആനന്ദിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരുങ്ങണമെന്ന് വിശകലനം ചെയ്ത് പഠിച്ചിട്ടുള്ളവരല്ല നിങ്ങളാരും. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോലും ഉള്ളവരല്ല. പക്ഷേ ആത്മാവിൻ്റെ ആഹാരം ആനന്ദമാണ്. ആനന്ദമില്ലാതെ ആത്മാവ് ഉണരുകയില്ല, വളരുകയില്ല. ദൈവം കാരുണ്യത്തോടുകൂടി ഇതൊന്നും അന്വേഷിച്ചിട്ടില്ലാത്ത, ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത, ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ നടുവിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ ആനന്ദത്തെ കരുണയോടുകൂടി ദാനം ചെയ്യുമ്പോൾ മറക്കയില്ലൊരിക്കലും, മറക്കയില്ല, മരിക്കുന്ന നാൾ വരെയും മറക്കയില്ല. നന്ദിയുള്ള ഹൃദയങ്ങളൊന്നും മറക്കുകയില്ല. കാരണം ഇത്രമാത്രം കാരുണ്യത്തോടുകൂടി ദൈവം ഇത് അനുവദിച്ചു തരുന്നതിൻ്റെ മഹത്വം ആ ആത്മാവ് അറിയും. ആ അറിവിൽ കൂടി വേണം നമ്മൾ ജീവിക്കുവാൻ. ആ അറിവിൽ കൂടി വേണം നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുവാൻ. എങ്കിലേ നമുക്ക് കൂടുതൽ കൂടുതൽ അത് അനുവദിച്ചു തരികയുള്ളൂ. അല്ലാതെ ആ ആനന്ദത്തിൻ്റെ നടുവിലും കുറ്റവും കുറവും കണ്ടുപിടിച്ച് ഗുരുവിനെയും ശിഷ്യന്മാരെയും നിന്ദിക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്താൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. കൂടുതൽ ശാപം ഏറ്റുവാങ്ങാം എന്നേ ഉള്ളൂ. കൂടുതൽ ദോഷങ്ങൾ ഏറ്റുവാങ്ങാം. കൂടുതൽ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ഭാരമേറി ലോകത്തിൽ കൂടി കഷ്ടനഷ്ടങ്ങളുടെ നടുവിലൂടെ എന്നും ദുരിതമനുഭവിച്ച്, ദുഃഖമനുഭവിച്ച്, നരകമനുഭവിച്ചുകൊണ്ട് ജീവിക്കാം. അത്രയേ ഉള്ളൂ അതിൻ്റെ ഫലം. അപ്പോഴും അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നാണ്. ആ നരകം അനുഭവിക്കുമ്പോഴും അവരുടെ വിചാരം മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പറ്റൂ, ആരും ഈ ലോകത്തിൽ നല്ലതില്ലല്ലോ, തെറ്റ് ചെയ്യാത്തവരായ ലോകത്തിൽ ആരുമില്ലല്ലോ എന്നായിരിക്കും ആ നരകം പേറി ജീവിക്കുന്ന ആത്മാവിൻ്റെ ചിന്ത. കാരണം അവൻ അറിയുന്നില്ല ഈ സുഖം, അവൻ അറിയുന്നില്ല ഈ ആനന്ദം. ആനന്ദം എന്തെന്നറിഞ്ഞവർക്ക് ആർക്കും നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തോന്നുകയില്ല. കാരണം ഏറ്റവും പരമാനന്ദം, ഏറ്റവും അതിസുഖം, ലോകത്തിൽ എങ്ങും ലഭിക്കാത്ത ആ നിത്യാനന്ദം എൻ്റെ ഗുരു എനിക്ക് ദാനം ചെയ്തു എന്നുള്ള ചിന്തയോടുകൂടി എപ്പോഴും ഗുരുവിനെ വാഴ്ത്തുവാനും ഗുരുവിനെ വർണ്ണിക്കുവാനും മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് പ്രകാശിപ്പിക്കുവാനുമുള്ള ശ്രദ്ധയായിരിക്കും എപ്പോഴും. നിന്ദിക്കാൻ നാവ് പൊങ്ങുകയില്ല. നിങ്ങൾക്കാർക്ക് സംഭവിച്ചു എന്നല്ല, സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ കരുണയോടുകൂടി ഈശ്വരൻ ദാനം ചെയ്യുന്ന ഇപ്രകാരമുള്ള അനുഭവ സുഖങ്ങളെ എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുക. താരാസ്തുതി മഹായജ്ഞം സമർപ്പിച്ച് പിറ്റേ ദിവസം 2 തിരുവുടലുകൾ നമ്മളെ വിട്ടുപോയതിൻ്റെ സമാധി ദിനാചരണമായിരുന്നു. പ്രഭാതം മുതൽ, പ്രഭാതത്തിൽ ഞാൻ അധികം സംസാരിച്ചൊന്നുമില്ല, എങ്കിൽ പോലും ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു.
ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ സമാധി ദിനം ആചരിച്ചു. ദുഃഖദിനാചരണമാണെങ്കിലും ഈശ്വരനാമങ്ങൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് സുഖം തന്നെയാണ് എത്തുന്നത്. പക്ഷെ ആ സ്മരണകൾക്ക് മുൻപിൽ നമ്മൾ സാഷ്ടാംഗം നമിച്ചുകൊണ്ടത് ആരംഭിച്ചപ്പോൾ ദൈവം അത് സ്വീകരിച്ചു. അതിൻ്റെ പിറ്റേന്ന് പ്രഭാതം വരെയുള്ള സർവ്വകാര്യങ്ങളും അതിൻ്റേതായ മഹത്വത്തോടുകൂടി നടത്തുവാനും അതിൽ പങ്കെടുക്കുവാനും അതിൻ്റെ എല്ലാ സുഖങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനും ഈശ്വരൻ അനുവദിച്ചു. വെള്ളിയാഴ്ച ദിവസം പൂരം പക്കനാൾ അതിനും ഗംഭീരമായി അതും നടന്നു. ഇങ്ങനെ ഓരോന്നും ഒരുക്കി തരുന്ന ഗുരുവിനെ നമ്മളെപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുക. അതാണ് ഏറ്റവും വലിയ കടമ. നമ്മൾ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചെന്നോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗത്തിലിരിക്കുന്നെന്നോ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. നമുക്കെപ്പോഴും നമ്മുടെ ഗുരുവുമായുള്ള ബന്ധമാണ് സ്ഥായിയായി നിൽക്കുന്നത്. ദേഹം വിട്ടുമാറുമ്പോഴും ആ ബന്ധമേ നിലനിൽക്കുകയുള്ളൂ. ആ ഓർമ്മയോടുകൂടി എന്നും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ സർവരും പരിശ്രമിക്കുക. സർവശക്തി നിങ്ങളെല്ലാം ആ നന്ദിയുടെ വഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ, ആനന്ദ മാർഗത്തിലൂടെ എന്നും നയിക്കട്ടെ, ഏവരെയും നയിക്കട്ടെ. സർവസൃഷ്ടാവേ, സർവലോക സൃഷ്ടാവേ, സർവസൃഷ്ടാവേ, സർവലോക സൃഷ്ടാവേ, സർവരക്ഷദാനം ചെയ്യുവാൻ അവതരിച്ചോനേ, സർവരക്ഷദാനം ചെയ്യുവാൻ അവതരിച്ചോനേ.
ശുഭാനന്ദ നാമത്തിൽ അവതാരമായി വന്ന് വാഴുന്നത്. സർവ സൃഷ്ടികളിലും അധിവസിക്കുന്ന ജ്ഞാനരൂപം, സൃഷ്ടിക്ക് കാരണമായി നിന്ന ബോധരൂപം, അത് ജ്ഞാനരൂപം ധരിച്ച് ഈ കർമ്മലോകം ഉളവായി ഈ കർമ്മലോകത്തിനുള്ളിൽ ഉൾക്കാമ്പായി ആ രൂപം തന്നെ വാഴുന്നു. ആ രൂപത്തെ തെളിഞ്ഞറിഞ്ഞ് അനുഭവിക്കുവാനുള്ള ഭാഗ്യം അത് മർത്യജന്മങ്ങൾക്ക് ദാനം ചെയ്യാനാണ്. തിരുവോതാരമായി വന്നൊരു മർത്യവേഷത്തിൽ വാഴുന്നത്. സർവത്തിലും നിറഞ്ഞു നിലകൊള്ളുകയാണ്. സർവത്തിലും ആ കർമ്മങ്ങൾ ത്വരിതഗമനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മർത്യരിൽ മറവായിരിക്കുന്ന പരമരഹസ്യത്തെ തെളിയിക്കുവാൻ, അവന്റെ ജന്മമാഹാത്മ്യത്തെ അറിയിക്കുവാൻ, ജന്മമാഹാത്മ്യം അറിഞ്ഞ് അവൻ ജീവിതം ചെയ്ത് സൽക്കർമ്മ മാർഗത്തിലൂടെ ഉയർന്ന് അവൻ ഈശ്വരൻ മുൻപാകെ ചെയ്ത സത്യം അവനെ കൊണ്ട് തന്നെ പൂർത്തീകരിപ്പിച്ച് ഈശ്വര രൂപമാക്കി തീർത്ത് നേർച്ചയാക്കി തീർത്ത് ആ തിരുഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ മർത്യനായി മന്നിടത്തിൽ വന്ന് ത്യാഗിയായി വാഴുന്നു. ത്യാഗിയായി വാഴുന്നത് ആത്മനാഥനാണെന്ന് അറിയണം. ത്യാഗം ചെയ്യാനുള്ള സർവ്വ കഴിവും അവിടെയാണുള്ളത്. അതിനുള്ള പ്രാപ്തി, അതിനുള്ള ശക്തി, അതിനുള്ള ജ്ഞാനം, അതിനുള്ള സർവ്വതും ആ രൂപത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് കരുതി ത്യാഗമെല്ലാം ദൈവം ചെയ്തു കൊള്ളട്ടെ എന്ന് വിചാരിക്കാനല്ല. അറിയിക്കുന്ന ജ്ഞാനം ആത്മാവിൽ ഗ്രഹിച്ച് ത്യാഗികളായി തീരണം ആത്മലോകം. ആ ത്യാഗബോധം വരുത്തുവാനാണ് ദൈവം ത്യാഗം സഹിക്കുന്നത്. അതിനാണ് ജ്ഞാനം ദാനം ചെയ്യുന്നത്. ജ്ഞാനികളാകുവിൻ, 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 ത്യാഗികളാകുവാൻ ബന്ധപ്പാടില്ല. അതൊരു പ്രത്യേക തരം ബോധമാണ്, ത്യാഗബോധം. സർവ്വതും ത്യജിക്കുവാനുള്ള ബോധം. മനുഷ്യൻ അങ്ങനെയല്ല, എന്തും നേടാനുള്ള ബോധമാണ് ഇരിക്കുന്നത്. അത് അന്യരുടെ അവകാശത്തിൽ ഇരിക്കുന്നതായാലും മറ്റൊരാളുടെ ഉപയോഗത്തിലിരിക്കുന്നതായാലും കൃത്യമായി ഒരാൾ സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതായാലും എങ്ങനെയായാലും അതിനെയും കൂടി കൈവശപ്പെടുത്തുവാനുള്ള ആ ത്വരയാണ് മനുഷ്യന് നിലകൊള്ളുന്നത്. ആ ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തിയാണ് ഇരിക്കുന്നത്. ആ ലോകവസ്തുക്കളോടുള്ള മോഹം വർദ്ധിക്കുന്നതോറും ത്യാഗബോധം കുറഞ്ഞു പോവുകയാണ്. സത്യം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം നശ്വരമാണെന്നുള്ള ചിന്തയാണ് ഉണ്ടാവുക. ആ നശ്വരവും ക്ഷണഭംഗുരവുമായ ഈ ലോക വസ്തുക്കളെ ഒന്നും ഞാൻ ആഗ്രഹിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ ദേഹത്തിന്റെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണെങ്കിലും എന്റെ ആത്മാവിനെ കരുതി ഞാൻ ജീവിക്കുമ്പോൾ
ഭക്തയ്ക്ക് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് ഉറപ്പുണ്ടാകുന്നത്? ഈ ജ്ഞാനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് ആത്മജ്ഞാനങ്ങളെ ജഗദീശ്വരൻ ദാനം ചെയ്യുന്നത്. ആ ത്യാഗബോധം ആത്മാവിൽ ഉദിപ്പിക്കുവാനുള്ള ജ്ഞാനമാണ് പറയുന്നത്. ഉള്ളത് പറയുവാനാണ് ഉള്ളവൻ വന്നത്. ആ ഉള്ള ജ്ഞാനം ഉള്ളതുപോലെ തെളിയിച്ച് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ തള്ളിക്കളയുന്ന സ്വഭാവം ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം. ആ സ്വീകരിക്കാനുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കണം. ആർത്തിയോടുകൂടി ഈശ്വര മുൻപാകെ ആശ്രയിക്കണം. ജഗദീശ്വര അങ്ങേ കരുണ ചൊരിയണമേ. അവരിലേക്ക് ഇത് ലഭിക്കുകയുള്ളൂ. കാരണം ഒരു നദി ഇങ്ങനെ ഒഴുകുകയാണ്. ശുദ്ധമായ ജലം. അതിന്റെ സമീപത്ത് അനേകം ആളുകൾ താമസമുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് ജലം കോരിക്കൊണ്ടുപോയി വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നവർക്കേ ഈ നദിയുടെ പ്രയോജനം ഉണ്ടാകുന്നു. അതിൽ നിന്ന് അനേകം കാര്യങ്ങൾ സാധിച്ചെടുക്കാം. അനേകം കാര്യങ്ങൾ ഒരു നദീജലം കൊണ്ട് സാധിച്ചെടുക്കാവുന്നതാണ്. അത് അതിന്റെ അറിവോടുകൂടി നിന്ന് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നത്. ആ ശുദ്ധജലം കൊണ്ടുള്ള പ്രയോജനം ഒരു മനുഷ്യൻ ലഭിക്കുന്നത്. ഇതുപോലെ വന്നതി പോലെ ഈശ്വരൻ ആത്മീയ ജ്ഞാനങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ ആ പാത്രമൊരുക്കി വെച്ച് നീ അതിനെ സ്വീകരിക്കണം. അതിന് ഇവിടെ ലഭിക്കുന്ന സ്വർണപാത്രം കൊണ്ടുവന്നാൽ പോലും അത് അതിൽ സ്വീകരിക്കപ്പെടുകയില്ല. അതിനൊരുങ്ങേണ്ടത് നിന്റെ ഹൃദയം തന്നെയാണ്. ആ നിഷ്കളങ്ക ഹൃദയങ്ങൾ അറിയുന്നു ഗുരുവിനെ. നിഷ്കളങ്ക രൂപൻ എന്ന് കണ്ടറിയുന്നു. നിഷ്കളങ്ക ഹൃദയങ്ങൾ അറിയുന്നു ഗുരുവിനെ. നിഷ്കളങ്ക നിഷ്കളങ്ക രൂപനെന്നു കണ്ടറിയുന്നു. നിഷ്കളങ്ക
ആ നിഷ്കളങ്ക ഹൃദയം ഉണ്ടാകണമെങ്കിൽ അതിലും ഈ ജ്ഞാനം തന്നെ വേണം. അപ്പൊ ഈ ജ്ഞാനം ഗ്രഹിച്ച് നിഷ്കളങ്കമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാത്രത്തിന്റെ വലിപ്പം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഹൃദയ പങ്കജം വികസിക്കും, ഹൃദയ വിശാലത ഉണ്ടാകും. അപ്പോൾ ഈശ്വരീയമായ ജ്ഞാനങ്ങൾ ആ ഹൃദയത്തിലേക്ക് അങ്ങനെ സ്വീകരിക്കപ്പെടും. അപ്പോഴാണ് നിഷ്കളങ്കനാകുന്ന ഗുരു അരുളി ചെയ്യുന്ന തിരുവചനങ്ങൾ ആ ഹൃദയത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്. ആ സ്വീകരിക്കപ്പെടുമ്പോഴാണ് ആത്മാവിന് ഉണർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത്. ആ ഹൃദയങ്ങൾക്ക് വികാസം ഉണ്ടാകുന്നത്, ഉണർച്ചയുണ്ടാകുന്നത്, ഉയർച്ചയുണ്ടാകുന്നത്, വളർച്ചയുണ്ടാകുന്നത് ഹൃദയ പങ്കജം വികസിപ്പിക്കുന്ന പരമാത്മാവിന്റെ തിരുനാമം. അഥവാ ആത്മജ്ഞാനം അത് ആത്മാവിലേക്ക് സ്വീകരിക്കണം, ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. എന്നിട്ടോ ഭക്തിയോടുകൂടി ജീവിതം ചെയ്യണം. അഹങ്കാരത്തോടുകൂടി ജീവിച്ചാൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ആ പാത്രത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മനസാക്ഷിയുള്ളവരറിയുന്നു. സാക്ഷിയായി ഈശ്വരനെ നിർത്തിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് കൈമുതലായി കാണുകയുള്ളൂ. നിന്റെ മനസ്സിന് സാക്ഷിയായി സർവശക്തനാകുന്ന ദൈവം എപ്പോഴും ഉണ്ടായിരിക്കണം. ഗുരുവിനെ അഥവാ ദൈവത്തെ പരിപൂർണമായും അറിഞ്ഞും ആശ്രയിച്ചും വിശ്വസിച്ചും ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും സമ്പൂർണമായി അറിയുന്ന ശക്തിയാണ് എന്റെ ഗുരു എന്ന അറിവോടുകൂടി ജീവിക്കുന്ന ഒരാളിന് മാത്രമേ ഇത് നഷ്ടപ്പെടുത്താതെ ലോകത്തിൽ കരുതി സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. നഷ്ടമാക്കി കളയാതിരിക്കണമെങ്കിൽ ആ മനസാക്ഷിയോടുകൂടി ജീവിക്കണം. പരമാത്മാവ് ദാനം ചെയ്യുന്നതെല്ലാം ഭക്തിജന്മങ്ങളുടെ പരമഭാഗ്യത്തിന് വേണ്ടിയാണ്. പക്ഷെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആ അവസരം, ആ കാലഘട്ടം, ആ ജന്മത്തിന്റെ അവസ്ഥ എന്തെല്ലാം നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ആ ഒരു ആത്മാവിന്റെ പക്വതയ്ക്കനുസരിച്ച് അതാത് സമയങ്ങളിൽ അവന് കൊടുക്കേണ്ടത് അളവനുസരിച്ച് ഗുരുനാഥൻ ഓരോന്നും പ്രദാനം ചെയ്യുമ്പോൾ അപ്പോഴപ്പോഴത് മനനം ചെയ്ത് ആത്മാവിന്റെ രൂപമാക്കി തീർക്കേണ്ട ജോലി ശിഷ്യനുള്ളതാണ്. അതൊരു ശിഷ്യന്റെ ജോലിയാണ്, അല്ലെങ്കിൽ ശിഷ്യയുടെ ജോലിയാണ്. ആ ജോലി ഗുരുവിനുള്ളതല്ല. അപ്പോൾ മനനം ചെയ്ത് അറിയുന്ന അറിവാണ് ആത്മാവായി രൂപാന്തരപ്പെടുന്നത്. മനനം ചെയ്ത് അറിയുന്ന അറിവായി നിൽക്കുന്ന ആത്മാവിനെ
ഗ്രഹിച്ചാൽ മതി, അത് മനനം ചെയ്താൽ മതി, അതുകൊണ്ട് തന്നെ ജീവിച്ചാൽ മതി. അതിന് ഭക്തിയും വിനയവും അനുസരണയും എപ്പോഴും കൈമുതലായി ഉണ്ടായിരിക്കണം. ആ കൈമുതലായി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം ആത്മീയ ജ്ഞാനങ്ങൾ ഓതിടുന്നു, ആത്മാക്കൾ കേട്ടു ഗ്രഹിച്ചിടുന്നു. മായാബന്ധത്തിൽ നീ ചിന്തിച്ചെന്നാൽ
അതിനനുസരിച്ച് ഭക്തിയോടുകൂടി ജീവിക്കുന്നതാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യം. ഗുരു ഉപദേശിക്കുന്ന ഉപദേശത്തിന്റെ വഴിയറിഞ്ഞ് ജീവിക്കുന്ന ഒരു ശിഷ്യൻ, ആ ഉപദേശത്തിന്റെ വഴിയറിഞ്ഞ് ജീവിക്കുന്ന ഒരു ശിഷ്യൻ ഒരിക്കലും ഒരു അഹങ്കാരം ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ഇല്ല. കാരണം എന്താണ്? അവന്റെ ഉള്ളുപൂർവമായി ഗുരു നിൽക്കുന്നു എന്ന സത്യം അറിഞ്ഞാണ് അവൻ ജീവിക്കുന്നത്. ആ സത്യം മറന്ന ഒരാളിന് ജീവിക്കാൻ പറ്റുകയില്ല. അങ്ങനെ മറന്ന് ജീവിക്കുന്നവൻ ഗുരുവിനെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സത്യം മറക്കരുതേ ഗുരുവിനെ വഞ്ചിച്ചിടരുതാരും. നിത്യമാം രക്ഷകനെ മറന്നിട്ടു ദുഃഖത്തിൽ പോകരുതേ. എപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. കാരണം അന്നേ അറിയാം വേണ്ട വിധത്തിൽ എല്ലാവരും സ്വീകരിക്കുന്നില്ല എന്ന് അന്നേ അറിയാം. പക്ഷേ ഈ അറിവും ഈ കാര്യങ്ങളും വളരെ വ്യക്തമായി ബോധ്യമുള്ള കരുണാനിധി ഒരു ചുവട് പോലും പുറകോട്ട് വയ്ക്കാതെ ഈ വഞ്ചിക്കുന്നവരെ, ഈ ദുഷിക്കുന്നവരെ, ഈ പരിഹസിക്കുന്നവരെ, നിന്ദിക്കുന്നവരെ, ദ്രോഹിക്കുന്നവരെ, ചൂഷണം ചെയ്യുന്നവരെ, തന്നോട് ചേർന്ന് ലയിക്കുവാനും രമിക്കുവാനും ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് ധീരനായി തന്നെ നിൽക്കും, ധീരനായി തന്നെ നിൽക്കും, സംഘസ്ഥാപന
രക്ഷിക്കാൻ കൂടെ വസിക്കുന്ന ഗുരു, ഗുരുവിന് വിരുദ്ധമായി നീ ചിന്തിക്കുകയോ പറയുകയോ ചെയ്താൽ അത് നേരെ വിപരീതമായ അനുഭവമാകും. അത് ഗുരുവിന്റെ കുറ്റമല്ല. ആ വിപരീതമായ അനുഭവമാകും ഗുരുവിന്റെ കുറ്റമല്ല. ഈ അടുത്ത പ്രദേശത്ത് ഒരു അസാമാന്യ പ്രതിഭ ഉണ്ടായിരുന്നു. പ്രതിഭ, ഒരു പ്രത്യേക തൊഴിലാളി. അദ്ദേഹം ഇപ്പോഴത്തെ പുതിയ മെഷീൻ വാൾ ഉപയോഗിച്ച് എത്ര ഉയരത്തിലും എത്ര ഇടുക്കത്തിലും നിൽക്കുന്ന വലിയ മരങ്ങൾ പോലും അനായാസേന കട്ട് ചെയ്ത് താഴെ മുറിച്ച് താഴെ. അത് വലിയ ഒരു കഴിവാണ് അദ്ദേഹത്തിന്. അപ്പൊ അതറിയാവുന്നവരെല്ലാം അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് പോകും. കാരണം എത്ര ഇടുക്കത്തിലും എത്ര പ്രയാസത്തിലും നിൽക്കുന്ന തടിയായാലും ഈ ആള് ഈ വാളും കൊണ്ടുപോയി അത് ഉയരത്തിൽ കയറി മുറിച്ച് താഴെ. നിത്യ ഉപയോഗ സാധനമാണ്. എന്നാൽ ഒരു ദിവസം, ഈ അടുത്ത കാലത്ത് സംഭവിച്ചാൽ ഒരു കഥ പറയുകയല്ല, ഒരു ദിവസം ഈ മരം മുറിക്കുന്ന സമയത്ത് ആ മരത്തിന്റെ മറുസൈഡിൽ ഈ വാള് പിടിച്ച് മുറിക്കുന്ന അവസരത്തിൽ ഈ വാൾ അറിയാതെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുട്ടി. കഴുത്തിൽ മുട്ടി മുറിഞ്ഞു പോയി. ആള് മരിച്ചുപോയി. അദ്ദേഹത്തിന് അത്രയും നാൾ ജീവിക്കാൻ ഉപകാരം ചെയ്ത ആ വാളാണ്. ആ കുടുംബം പോറ്റിയത് ആ വാളുകൊണ്ടാണ്. ആ കുടുംബം പോറ്റിയത് അതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ശ്രദ്ധക്കുറവ് ആ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്. ഇതുപോലെ തന്നെയാണ് ഗുരു അനുവദിച്ചു തരുന്ന സർവ്വ സൗഭാഗ്യം. ഗുരു നിന്റെ രക്ഷകനായി കൂടെ കൊണ്ട് അറിവുകേട് നിന്നിൽ സംഭവിച്ചു പോയാൽ അത് ശാപമായി മാറുന്നത് ഗുരുവിന്റെ കുറ്റമല്ല. അതുകൊണ്ട് ശാപമായി ഏറ്റെടുക്കരുത്. സ്വയം ഭാവികളായി തീരരുത്. ആ ഗുരുവിനെ അറിഞ്ഞ് നീ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിച്ചാൽ ആ നിത്യാനന്ദത്തിൽ കൊണ്ട് എന്നെ എത്തിക്കാമെന്നത് പറഞ്ഞത് വെറുതെയല്ല. നിത്യാനന്ദത്തിൽ കൊണ്ട് എന്നെ എത്തിക്കും. എത്തിക്കും. കാരണം ഗുരു നിത്യാനന്ദ സമ്പൂർണനാണ്. ആ നിത്യാനന്ദത്തെ നിന്നിൽ ദാനം ചെയ്യാനാണ് ഗുരു ത്യാഗം സഹിക്കുന്നത്. ആ ത്യാഗബോധം നിന്നിലേക്ക് ഏറ്റെടുക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ജീവിക്കണം. അല്ലാതെ വിമർശിക്കാനും കുറ്റം പറയാനും പോരായ്മകൾ കണ്ടെത്താനും അതിന് ശ്രമിക്കുന്നതൊന്നും നല്ലതായി പോവുകയില്ല. അത് ഈ പറഞ്ഞ ആ കാര്യം പോലെ ആയിരിക്കും. ആ മനുഷ്യനെ ജീവിക്കാൻ സഹായിച്ചുകൊണ്ടിരുന്ന ആ വാള് ഒരു പ്രശസ്തി തന്നെ ഉണ്ടാക്കി കൊടുത്ത ആ തൊഴിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചു കളഞ്ഞു. ഇതുപോലെ ആയിപ്പോകും. അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. അതിന് എന്ത് വേണം? നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിക്കണം. ഗുരുവിനെ അറിഞ്ഞ് ജീവിക്കണം. കുറവും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നവർ ഗുരുവിനെ ഒന്ന് പരിശോധിച്ചു നോക്കണം. അറിവ് കൊണ്ട് അറിവ് കൊണ്ട് നീ പരിശോധിക്കണം. അറിവുകേട് കൊണ്ട് പരിശോധിക്കുന്നത് നിനക്ക് അധപ്പതനത്തിന് വഴി വരും. അറിവിൽ കൂടി ചിന്തിച്ച് അറിവിൽ കൂടി ബന്ധിച്ച് ആ ആനന്ദത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഈ 4 യുഗങ്ങളിലും വെച്ച് ഇതിനു മുൻപ് അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിന് അവസരം ഉണ്ടായത്. 139 വർഷത്തിന് മുമ്പാണ് അവസരം ഉണ്ടായി തുടങ്ങിയത്. ആ അവസരത്തെ നീ പാഴാക്കി കളയരുത്. എത്രയോ ജന്മം നീ കഷ്ടപ്പെട്ട ഫലമാണ് നിനക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത്. ആ ഭാഗ്യത്തെ നീ നഷ്ടമാക്കി കളയരുത്. കളങ്കത്തിൽ കൂടി ചിന്തിക്കരുത്. കളങ്കം പറയരുത്. കളങ്കം പ്രവർത്തിക്കരുത്. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിന്റെ ഉൾക്കാമ്പിലെ വാഴ്ച ആനന്ദമായി അനുഭവിക്കുവാൻ അനുവദിച്ചു തന്ന മഹനീയ മനുഷ്യജന്മമല്ലേ? ദൈവത്തിന്റെ രൂപമല്ലേ? ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? മഹനീയ സൃഷ്ടിയല്ലേ? ഭാഗ്യമേറിയ സൃഷ്ടിയല്ലേ? ഈ കലിയുഗത്തിൽ കിട്ടിയതല്ലേ? കലിസംഹാരകനാകുന്ന ദൈവത്തോട് ഒത്തുകിട്ടിയതല്ലേ?
കൃത്യമായി ദാനം ചെയ്തുകൊണ്ട് ഈശ്വരൻ വാഴുമ്പോൾ ആർത്തിയോടുകൂടി അതെല്ലാം അനുഭവിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും പുതിയത് പുതിയത് കേൾക്കുവാനുള്ള ആർത്തി, ആ കേട്ടതിനനുസരിച്ച് ജീവിക്കുവാനുള്ള ആർത്തി, ആ ജീവിക്കുന്നതനുസരിച്ച് ആനന്ദിക്കുവാനുള്ള ആർത്തി, ആ ആനന്ദത്തിനനുസരിച്ച് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആർത്തി, ആ ഗുരുവിന്റെ ഹൃദയത്തോട് ശിഷ്യന്റെ ഹൃദയം ചേരുവാനുള്ള ആർത്തി, അങ്ങനെ ഒത്തുചേർന്ന് വസിക്കുന്ന അവസ്ഥ ആ മുന്നിൽ കണ്ടുകൊണ്ട് ഉത്സരൂപനാകുന്ന ഈശ്വരൻ ഇതെല്ലാം അവതരിപ്പിച്ച് ദാനം ചെയ്യുമ്പോ നഷ്ടമാക്കി കളയരുത്. ഒരു നിമിഷം പോലും നമുക്ക് കളയാനില്ല, ഒരു നിമിഷം പോലും ഇല്ല. കാരണം ആ ഒരു നിമിഷം അടുത്ത നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്നതല്ല. ആ ഒരു നിമിഷത്തിൽ എന്തെല്ലാം പുണ്യതകൾ ഉണ്ട് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള കഴിവും നമുക്കില്ല. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പുണ്യത, അതിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അറിവ്, ആ നിമിഷത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനന്ദം അത് നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നിമിഷം പോലും കളയാതെ, ആ അരനിമിഷം ബധ കളയരുത് ആരും. എന്തുകൊണ്ട്? ആ നിമിഷം പിന്നീട് ഒരിക്കലും ലഭിക്കുന്നതല്ല. അപ്പോൾ നഷ്ടമാക്കി കളയാതെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ ആനന്ദമാത്മാവിൽ ഈശ്വരൻ ദാനം ചെയ്യും. അങ്ങനെ ആനന്ദം ദാനം ചെയ്യുവാനാണ് താൻ ത്യാഗിയായി വാഴുന്നത്. ആ ത്യാഗബോധം ഒന്ന് ഉൾക്കൊള്ളണം, അതിൽ ഈ ജ്ഞാനം ഗ്രഹിക്കണം, ആ അതിൽ കൂടി ജീവിക്കുക. സർവശക്തി അനുവദിച്ചു തരുന്ന മഹാഭാഗ്യങ്ങൾ നന്ദിയോടുകൂടി അനുഭവിക്കുക. ഒരു വിധത്തിൽ ഒരു കളങ്കങ്ങളും അതിൽ കടത്താതെ എപ്പോഴും നന്ദിയുള്ളവരായി, എപ്പോഴും ഭക്തിയുള്ളവരായി, എപ്പോഴും വിനയമുള്ളവരായി, എപ്പോഴും ഗുരുവിനോട് ബന്ധമുള്ളവരായി, ആ തിരുഹൃദയത്തോട് ബന്ധമുള്ളവരായി ജീവിക്കുവാൻ സർവദാ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ഇനി നമുക്ക് നടക്കാനിരിക്കുന്നത് ഉത്രാട ജന്മനക്ഷത്രമാണ്. അത് കഴിഞ്ഞ് കർക്കിടകത്തിലെ താരാസ്തുതിയുണ്ട്, അത് കഴിഞ്ഞാൽ സമാധി ദിനാചരണമുണ്ട്. അതെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ആ കർക്കിടക മാസത്തിലാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ലോകത്തിന്റെ ഈ ദുരിതാവസ്ഥ, ദുഃഖാവസ്ഥ അതൊക്കെ ചിന്തിക്കുമ്പോ അതെല്ലാം നടത്തുവാനുള്ള ഒരു പ്രത്യേക ആഗ്രഹവും ആർത്തിയും വർദ്ധിക്കുകയാണ്. എങ്ങനെയാണ് നടത്തേണ്ടത്? ഇതെല്ലാം ഒഴിവായി, മഹാമാരി ഒഴിവായി, സന്താനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ഇവിടെ വന്നു ചേർന്ന് സന്തോഷമായി ഇതെല്ലാം നടത്തുവാൻ സർവശക്തി അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യാതൊരു വിധത്തിലുള്ള അപവാദങ്ങളും വിമർശനങ്ങളും ഭക്തരായുള്ളവരുടെ ചെവികളിലേക്ക് കേൾക്കുകയില്ല. കാരണം അങ്ങനെയാണത്. അവരുടെ ചെവി ഈശ്വരീയമായ വചനങ്ങളെയും ഗുരുവിന്റെ വർണ്ണനങ്ങളെയും കേൾക്കാൻ വേണ്ടി കൊതിച്ചുകൊണ്ടാണ് ഭക്തന്മാർ ജീവിക്കുന്നത്. മറ്റുള്ളതൊക്കെ കേട്ടാൽ അവർ ചെവി അടച്ചുകളയും. ഒരു സാധനം വെച്ച് അടയ്ക്കുകയല്ല, മനസ്സാണ് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന ആൾ അത് കേൾക്കണ്ട എന്ന് വിചാരിച്ചാൽ പിന്നെ കേൾക്കുകയില്ല. അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് ഗുരുഭക്തിയോടുകൂടി ജീവിക്കുന്നവർക്ക് ഇതെല്ലാം സൗഭാഗ്യമായി അനുഭവിക്കാൻ ഈശ്വരൻ ആ അനുവാദം നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ. ഈ മഹാമാരിയെ പൂർണ്ണമായി ഒഴിവാക്കി സന്തോഷമായ എല്ലാ കർമ്മങ്ങളും നടത്തുവാൻ ഈ സർവകർമ്മങ്ങളും അനുവദിച്ച് ഉന്നതമായി നടത്തിത്തന്ന മഹാശക്തി ഏഴകളെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ലോകരക്ഷാർത്ഥമായി അവതാരം ചെയ്ത് വാഴുന്ന പരമഗുരു ആ തിരുഹൃദയം ഒന്ന് കനിഞ്ഞ് ഈ മഹാമാരിയെ ലോകത്തിൽ നിന്ന് മാറ്റി
ലോകം ശാന്തമാക്കണമേ എന്ന് ആ ഹൃദയം ഒഴുകി ഓരോരുത്തരും പ്രാർത്ഥിക്കുക. സർവശക്തിയെ സ്വീകരിക്കും. ഏറ്റവും വേഗത്തിൽ രോഗശാന്തി ലോകത്തിലേക്ക് ദാനം ചെയ്യട്ടെ. നമ്മുടെ മഹാഗോപുരത്തിന്റെ നിർമ്മാണം ഉന്നതമായ നിലയിൽ പൂർത്തീകരിച്ച് ഏറ്റവും വേഗം പൂർത്തീകരിച്ച് അതിമനോഹരമായി പൂർത്തീകരിച്ച് കാണുവാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഏവരെയും അനുഗ്രഹിക്കട്ടെ. സർവകാര്യങ്ങളും അതിനുവേണ്ടി ഒരുക്കപ്പെടട്ടെ. ഈ മഹാമാരിയുടെ സമയത്ത് ഓരോ ഭവനങ്ങളിലും ഇരുന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സ്ഥാപനത്തെയും ഗുരുവിന്റെ വാഴ്ചയെയും ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സർവാത്മാക്കളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിദേശങ്ങളിൽ ഭീതിയോടുകൂടി കഴിയുന്ന സന്താനങ്ങൾ അവരുടെ സൗകര്യമനുസരിച്ച് പ്രാർത്ഥനകളും മറ്റു വിശേഷ പരിപാടികളും എല്ലാം ഗുരുനാമത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഈശ്വരൻ സ്വീകരിക്കട്ടെ. ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഏവരെയും ശാന്തിയായി വാഴട്ടെ. ശാന്തി സ്വരൂപനാകുന്ന ഈശ്വരൻ പ്രത്യക്ഷമായി ആത്മലോക രക്ഷയ്ക്കായി ലോകത്തിന്റെ ശാന്തിക്കായി ശുഭാനന്ദ നാമത്തിൽ ഈ ലോകത്തിൽ നിത്യാനന്ദ സമ്പൂർണനായി വാഴുമാറാകട്ടെ. നിത്യാനന്ദ സമ്പൂർണനായി വാഴുമാറാകട്ടെ. അഖില ലോക രക്ഷയ്ക്കായി വാഴുമാറാകട്ടെ. ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി വാഴുമാറാകട്ടെ. Hey!